ഹായ് എല്ലാവർക്കും മിത്രാസ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് റവയും മുട്ടയും കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമായിട്ടാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ വേണമെന്ന് നോക്കാം. 1 കപ്പ് റവ, 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര, 2 മുട്ട, ഇത്തിരി ഉപ്പ്. അപ്പോൾ ഞാൻ ഈ മുട്ട പൊട്ടിച്ച് വെച്ചതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിയിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് റവ ആഡ് ചെയ്ത് കൊടുക്കാം. റവ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുക്കാതെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വറുത്ത് വെച്ച റവയൊന്നുമല്ല. കുറച്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ലൂസായിട്ടും വരാൻ പാടില്ല, ഒത്തിരി തിക്കായിട്ടും പാടില്ല. ഇനി നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി തിക്കായിരിക്കും. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇത്തിരി ഉപ്പും കൂടി ഇടുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ടാൽ മതി. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നത്. മധുരം ഇപ്പോൾ ഞാൻ ഒരു 3 ടേബിൾ സ്പൂണോളം മധുരം ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം. 3 ടേബിൾ സ്പൂണോളം നമ്മൾ മധുരം ഇടുമ്പോൾ നന്നായി മധുരമൊക്കെ ഉണ്ടായിരിക്കും. കൂടുതൽ ഇനിയും വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ബാറ്റർ എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആദ്യം തീ വയ്ക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിരിക്കണം. പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെ കുറച്ചായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ആദ്യം കൊടുത്തത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് കളർ മാറാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുക. 2 സൈഡും ഒരുപോലെ വേവാക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ കളറ് ചേഞ്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കിത് കോരിയിട്ട് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ടായിരിക്കും ഇരിക്കുക. നമ്മൾ ഇപ്പോൾ കുറച്ച് നേരം തണുത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടി ഹാർഡായിട്ടിരിക്കും. എന്നാലും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. പുറമേ ഹാർഡാണെങ്കിലും അത് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.